ഹായ് ഗായ്സ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. എന്തൊക്കെയുണ്ട് വിശേഷം? എല്ലാവർക്കും സുഖം തന്നെയല്ലേ? അപ്പോൾ ഇതാ നമ്മൾ ഡിന്നറിനുള്ള കാര്യങ്ങളാണ് കേട്ടോ നോക്കുന്നത്. അതിനായിട്ട് ഞാൻ ബീട്രൂട്ട് കട്ട് ചെയ്യാണ്. ബീട്രൂട്ട് വെച്ചിട്ടുള്ളൊരു സംഭവമാണ്, കറിയല്ല. ഞാൻ വിചാരിച്ചു ബീട്രൂട്ട് ചപ്പാത്തി അല്ലെങ്കിൽ ബീട്രൂട്ട് കൊണ്ട് പൂരി ഉണ്ടാക്കാം എന്നുള്ളത്. അപ്പോൾ ഏത് വേണം എന്നുള്ളത് ഇങ്ങനെ കൺഫ്യൂഷനായിട്ട് നിൽക്കുകയായിരുന്നു. അവസാനം പിന്നെ തീരുമാനിച്ചു ചപ്പാത്തി ആക്കുക എന്നുള്ളത്. പൂരി ഡിന്നറല്ല, അപ്പോൾ എണ്ണ അധികം രാത്രിയിലായാലും അധികം വേണ്ട എന്നുള്ളൊരു ഒരു തീരുമാനം. പിന്നെ അതുമല്ല, എൻ്റെ ആൾക്കാണെങ്കിൽ അധികം ഇങ്ങനെ എണ്ണ വല്ലാത്ത ഇതുള്ളത് പൂരി കഴിക്കുമെങ്കിലും ഇഷ്ടമൊക്കെയാണ്, ഇല്ലയെന്നല്ല. പക്ഷേ വല്ലാണ്ട് എണ്ണയൊക്കെ ആകുമ്പോൾ ആൾക്ക് അത്ര അങ്ങോട്ട് താല്പര്യമില്ല. അപ്പോൾ ഞാൻ വിചാരിച്ചു ചപ്പാത്തി ഉണ്ടാക്കാമെന്ന്. അപ്പോൾ ഇതിന് നമ്മൾ എഗ്ഗ് കറി ആട്ടോ തയ്യാറാക്കിയത്. അപ്പോൾ അതും ഇതിൽ കാണിക്കുന്നുണ്ട്. അപ്പോൾ അവിടെ ബീട്രൂട്ട് നമ്മളൊരു മീഡിയം സൈസ് ബീട്രൂട്ട്, ഞാൻ ഇതിൻ്റെയൊക്കെ റെസിപ്പീസ് ഇട്ടിട്ടുള്ളതാണ്, ഓൾറെഡി ഇട്ടിട്ടുള്ളതാണ്. അപ്പോൾ ഞാൻ അതിൻ്റെ ലിങ്ക് ഞാൻ ഒന്നില്ലെങ്കിൽ ഐക്കണിലോ അല്ലെങ്കിൽ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിലോ കൊടുക്കാം. നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ കാണാം. എന്നാലും ഞാൻ ഒന്നും കൂടി ഒന്ന് പറഞ്ഞുതരാം. ഓക്കെ, അപ്പോൾ നമ്മളിവിടെ ഒരു 3 മീഡിയം സൈസ് ബീട്രൂട്ട് എടുത്തിട്ടുണ്ട്. അത് നമ്മൾ ചെറിയ പീസസായി കട്ട് ചെയ്ത്, ചെറുതാക്കണമെന്നില്ല, നമ്മളെ ഓൾറെഡി കുക്കറിൽ വേവിക്കാനാണ് പോകുന്നത്. അപ്പോൾ അത് കുക്കറിലിട്ടതിന് ശേഷം എന്താ പറയുക, കുറച്ച് ഉപ്പ് അതിൽ ചേർത്ത് കൊടുക്കുക. പിന്നെ കുറച്ച് വെള്ളം ചേർത്തിട്ട് നമ്മൾ ഇതൊന്ന് കുക്ക് ചെയ്തെടുക്കുക, അതായത് ബീട്രൂട്ട് വേവിച്ചെടുക്കുക. ഓക്കെ, അതിന് ശേഷം നമ്മൾ എന്താ ചെയ്യണമെന്ന് വെച്ചാൽ, ബീട്രൂട്ട് നമ്മൾ ഒരു മിക്സിയിൽ, അതായത് എന്താ പറയുക, കുക്കായതിന് ശേഷം കേട്ടോ, നമ്മൾ ഈ ബീട്രൂട്ട് ചൂടാറണം. ഓക്കെ, ചൂട്ടോടുകൂടി നമ്മൾ മിക്സിയിൽ അരയ്ക്കരുത്, അരച്ചെടുക്കാനാണ്. അപ്പോൾ അത് ചൂടാറിയതിന് ശേഷം മിക്സിയിൽ നല്ല പ്യൂരിയാക്കി എടുക്കുക. അപ്പോൾ അതാണ് ഇപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. നമ്മളിപ്പോൾ വേവിക്കാൻ വെച്ചു, അതിനുശേഷം നമ്മളത് ചൂടാറിയതിന് ശേഷം വേറൊരു ബൗളിലേക്ക് മാറ്റിയിട്ട് നമ്മളത് ചൂടാറിയതിന് ശേഷം മിക്സിയിൽ ജാറിലിട്ട് നമ്മൾ നല്ല പ്യൂരി പോലെ അരച്ചെടുക്കും. ഓക്കെ, അപ്പോൾ അതിനിടയിൽ ഞാൻ എഗ്ഗ് കറി വെക്കാനുള്ള കാര്യങ്ങൾ നോക്കുന്നുണ്ട്. അപ്പോൾ ഇതാ ഇവിടെ സവോള അരിഞ്ഞുകൊണ്ട് ഇരിക്കുകയാണ്. അപ്പോൾ നമ്മൾ ബീട്രൂട്ട് വേവുന്ന ആ സമയം കൊണ്ട് ബാക്കി കാര്യങ്ങൾ ചെയ്യാമെന്ന് കരുതി. ഓക്കെ, അപ്പോൾ ഇതാ നമ്മുടെ ബീട്രൂട്ട് നന്നായിട്ട് കുക്കായിട്ടുണ്ട്. ഞാൻ പിന്നെ ഈ ബീട്രൂട്ട് വേറൊരു ബൗളിലേക്ക് മാറ്റിയിട്ട് ഈ കുക്കറിൽ തന്നെയാണ് മുട്ട പുഴുങ്ങുക. ഞാൻ കുക്കറിലാണ് മുട്ട പുഴുങ്ങാറ്. നമ്മൾ സാധാരണ ചിലപ്പോൾ എന്താ പറയുക, സോസ് പാൻ വെച്ചാൽ വെള്ളമൊഴിച്ച് ഉപ്പിട്ട് നമ്മൾ എഗ്ഗ് പുഴുങ്ങിയെടുക്കും. പക്ഷേ ഞാൻ എളുപ്പത്തിന് കുക്കറിൽ മുട്ട പുഴുങ്ങിയെടുക്കും. ഒരു വിസിൽ വന്നാൽ മതി. ഒരു വിസിൽ വന്നു കഴിഞ്ഞാൽ മുട്ട ഓൾറെഡി അത് ബോയിലാവും. ഓക്കെ, അപ്പോൾ ഇതാ നമ്മുടെ ബീട്രൂട്ട് ചൂടാറിയതിന് ശേഷം മിക്സിയുടെ ജാറിലേക്ക് ചേർത്തു. ഇതാ നല്ല പോലെ അരച്ചെടുത്തിട്ടുണ്ട്, കണ്ടില്ലേ? ഇനി ഇത് നമ്മളൊരു ബൗളിലേക്ക് മാറ്റി കൊടുക്കുക. അതിന് ശേഷം നമ്മൾ ബൗളിലേക്ക് ഗോതമ്പ് പൊടി ചേർത്ത് കൊടുക്കുക. ഞാനിവിടെ 2 കപ്പ് ഗോതമ്പ് പൊടിയാണ് എടുത്തിരിക്കുന്നത്. അതുപോലെ 3 മീഡിയം സൈസ് ബീട്രൂട്ടാണ് എടുത്തിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ വെള്ളം ചേർത്ത് കൊടുക്കുമ്പോൾ നമ്മൾ മാവ് ആദ്യം ഈ ബീട്രൂട്ട് പ്യൂരി തയ്യാറാക്കിയതൊരു ബൗളിലേക്ക് ചേർത്ത് കൊടുത്തു. ഓക്കെ, അതിലേക്ക് നമ്മൾ 2 കപ്പ് ഗോതമ്പ് പൊടി ചേർക്കുക, ആവശ്യത്തിനുള്ള ഉപ്പ് ചേർക്കുക, എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യാം. മിക്സ് ചെയ്തിട്ട് നമുക്ക് ആവശ്യമുണ്ടെങ്കിൽ മാത്രം വെള്ളം ചേർത്ത് കുഴച്ചെടുത്താൽ മതി. അല്ലെങ്കിൽ ചിലപ്പോൾ ഈ പ്യൂരിയിൽ ആ മാവ് ചേർത്ത് മിക്സ് ആകുമ്പോൾ ചിലപ്പോൾ ഒരു പക്ഷേ മാവ് കുഴയേ അങ്ങനും സാധ്യത ഉണ്ടാവാം. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ പറയണം, അത് ആദ്യം മിക്സ് ആക്കുക. പ്യൂരിയും ഗോതമ്പ് പൊടിയും കൂട്ടി നന്നായിട്ട് മിക്സ് ആക്കിയതിന് ശേഷം ആവശ്യമുണ്ടെങ്കിൽ മാത്രം വെള്ളം ചേർത്തിട്ട് മിക്സ് ചെയ്യുക. ചിലപ്പോൾ നമുക്ക് ഈ പ്യൂരിയുടെ ഈ ഒരു ഇത് മാത്രം മതിയാവും നമുക്ക് മാവ് കുഴച്ചെടുക്കാനായിട്ട്. അതാണ് ഉദ്ദേശിച്ചത് കേട്ടോ. പക്ഷേ ഇത് എനിക്കൊരു 2 ടേബിൾ സ്പൂൺ വെള്ളം ചേർക്കേണ്ടി വന്നു. പക്ഷെ അത് ഞാൻ ചേർത്തത് എങ്ങനെയാണെന്ന് വെച്ചാൽ, നമ്മുടെ പ്യൂരി അരച്ച മിക്സിയിലേക്ക് കുറച്ച് വെള്ളം ചേർത്ത്, അപ്പോൾ ആ പ്യൂരിയുടെ ഇത് കിട്ടുമല്ലോ, അങ്ങനെയാണ് ചേർത്ത് കൊടുത്തത്. ഓക്കെ, അത് നിങ്ങൾക്ക് കാണുമ്പോൾ മനസ്സിലാവും കേട്ടോ. അപ്പോൾ ഇതാ നമ്മൾ കുറച്ച് വെള്ളമൊക്കെ ചേർത്ത്, കുറച്ച് 2 ടേബിൾ സ്പൂൺ വെള്ളമൊക്കെ വേണ്ടി വന്നുള്ളൂ. ഇപ്പോൾ നമ്മൾ കുറച്ച് ഓയിലും കൂടി ചേർത്തിട്ട് നമ്മൾ മാവ് നന്നായി കുഴച്ച് എടുക്കുകയാണ് ചെയ്യുന്നത്. നല്ല സോഫ്റ്റ് മാവായിരുന്നു, കാരണം ചെറിയ ഒരു ഇളം ചൂടുണ്ടായിരുന്നു. അതുകൊണ്ട് ആ ഒരു ഇതിലാണ് നമ്മൾ കുഴച്ചെടുത്തത്. അതുകൊണ്ട് നല്ല സോഫ്റ്റ് ആയിരുന്നു കേട്ടോ മാവ്. നല്ലൊരു കണ്ടില്ല, നല്ല കളറാണ് അല്ലേ? ബീട്രൂട്ട് കൊണ്ട് എന്ത് തയ്യാറാക്കിയാലും നല്ലൊരു കളർ കിട്ടും അല്ലേ? നമ്മൾ ചോറിന് കൂടെ ബീട്രൂട്ടൊക്കെ കൂട്ടി കഴിക്കുകയാണെങ്കിൽ നല്ല പിങ്ക് കളറായിട്ട് കിട്ടില്ലേ? എനിക്ക് ഭയങ്കര ഇഷ്ടം അങ്ങനെ.
അപ്പോൾ നന്നായി കുഴച്ചെടുക്കാൻ. സോ ഗൈസ്, അപ്പം നമ്മുടെ മാവ് റെഡി ആയിട്ടുണ്ട്, ചപ്പാത്തിക്കുള്ള മാവ് റെഡി ആയിട്ടുണ്ട്. പിന്നെ ഇനിയിപ്പോൾ സാധാരണ നിങ്ങൾക്ക് അറിയാമല്ലോ എങ്ങനെയാണെന്നുള്ളത്. നമ്മൾ ചപ്പാത്തി പരത്തി ഉണ്ടാക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ അതിനിടയിൽ ഇതാ നമ്മൾ മുട്ടക്കറിക്കുള്ള തക്കാളിയും സവോളയൊക്കെ അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. വേറെ ഇഞ്ചി, പച്ചമുളക്, വെളുത്തുള്ളി അങ്ങനത്തെ സംഭവങ്ങളൊന്നും ഞാൻ ഈ കറിയിൽ ചേർത്തിട്ടില്ല. ആകെ സവോളയും തക്കാളിയും മാത്രമേ എടുത്തിട്ടുള്ളൂ. പിന്നെ മസാലപ്പൊടികൾ ചേർക്കും, അത്രയേ ഉള്ളൂ നമ്മുടെ ഈ ഒരു മുട്ടക്കറിയിൽ. ഓക്കെ, അപ്പോൾ അതാണിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇതാ നമ്മുടെ കുക്കറിൽ നമ്മുടെ മുട്ട പുഴുങ്ങി വന്നിട്ടുണ്ട്. നന്നായിട്ട് കുക്കാവും കേട്ടോ. അപ്പോൾ നമുക്ക് വേഗം പണിയും കഴിയും. കുറേ നേരം ഇട്ട് വെള്ളമൊക്കെ തിളപ്പിച്ച് അതിൽ മുട്ടയിട്ട് ഇങ്ങനെ വേവിക്കാൻ വേണ്ടി ഇങ്ങനെ കുറേ നേരം നിൽക്കേണ്ട കാര്യമൊന്നുമില്ല. ഒറ്റ വിസിൽ വന്നു കഴിഞ്ഞാൽ ഓഫ് ചെയ്യാം. പിന്നെ അതിൽ കിടന്ന് അത് കുക്കായിക്കോളും. ഓക്കെ, അപ്പോൾ നിങ്ങളൊന്ന് ട്രൈ ചെയ്യാത്തവരൊന്ന് ട്രൈ ചെയ്ത് നോക്കൂ കേട്ടോ. പിന്നെ മുട്ട ഇടുമ്പോൾ നമ്മൾ ഉപ്പിട്ടിട്ടാണല്ലോ പുഴുങ്ങിയെടുക്കുക. അപ്പോൾ അങ്ങനെ ചെയ്തിട്ട് വേണം. അപ്പോൾ ഉപ്പിടാൻ മറക്കരുത്, അതാണ് ഞാൻ ഉദ്ദേശിച്ചത്. ഓക്കെ, ഉപ്പിടുക, വെള്ളമൊഴിക്കുക, എന്നിട്ട് ഒരു വിസിലാവുന്നത് വരെ വെയിറ്റ് ചെയ്യുക. അതാണ് നമ്മുടെ മുട്ട പുഴുങ്ങുന്ന രീതി. അങ്ങനെ നമ്മൾ എന്താ പറയുക, ചീനച്ചട്ടി വെച്ചു. അപ്പോൾ അത് ഞാൻ ആകെ 5 മുട്ട എടുത്തുള്ളൂ. മുട്ട പുഴുങ്ങി കഴിഞ്ഞപ്പോൾ എനിക്ക് ഒരെണ്ണം കഴിക്കണം, അതായത് ബോയിൽ ചെയ്ത എഗ്ഗ് കഴിക്കാൻ തോന്നി. അതെൻ്റെ ഒരു ശീലമാണ്. ഞാൻ എപ്പോഴും ഒരു മുട്ട പുഴുങ്ങിയത് കഴിക്കും. കറിയിൽ ഇട്ട മുട്ട ചിലപ്പോൾ ഞാൻ കഴിച്ചൊന്നും വരില്ല, എനിക്ക് വലിയ താല്പര്യമില്ല. അപ്പം ഞാൻ അത് കറിയിലിടുന്നേക്കാളും മുന്നേ ഒരെണ്ണം ഞാനെടുത്ത് കഴിക്കും. അതാണ് ഇപ്പോൾ കാണിച്ചത്. ഇപ്പോൾ നമ്മൾ കറി തയ്യാറാക്കാനായിട്ട് പോവുകയാണ്. അതിനായിട്ട് നമ്മൾ ഒരു ചീനച്ചട്ടി വട്ടവർ ഒരു പാത്രം വയ്ക്കുക. അതിലേക്ക് നമ്മൾ ഓയിലോ എണ്ണയോ എന്താ നിങ്ങളുടെ താല്പര്യം ചേർത്ത് കൊടുക്കുക. അതിനുശേഷം അത് ചൂടായി കഴിഞ്ഞാൽ അതിലേക്ക് സവോള ചേർത്ത് നന്നായിട്ട് വഴറ്റുക. ഓക്കെ, പിന്നെ ഞാൻ പറഞ്ഞല്ലോ, ഞാൻ ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക് അങ്ങനത്തെ സാധനങ്ങളൊന്നും ഇതിൽ ചേർക്കുന്നതുകൊണ്ട് കുഴപ്പമുണ്ടായിട്ടല്ല കേട്ടോ. ഞാൻ ചേർക്കാറില്ല, കാരണം പെട്ടെന്ന് പണി തീരട്ടെ എന്നുള്ളതിലാണ്. അപ്പോൾ സവോളൊക്കെ ചേർത്ത് നന്നായി വഴറ്റിയെടുക്കുക. ഓക്കെ, സവോള ചേർക്കുമ്പോൾ നമ്മളതിൽ ഉപ്പ് ഇട്ടിട്ട് വഴറ്റിയെടുക്കുക കേട്ടോ. ഉപ്പിട്ട് വഴറ്റിയെടുക്കുമ്പോൾ അതൊരു ടിപ്പാണ്, നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യമല്ലേ, പെട്ടെന്ന് സവോള വഴറ്റി കിട്ടാനായിട്ടാണ്. അപ്പോൾ അത് ചേർത്ത് നന്നായിട്ട് വഴറ്റിയെടുക്കുക. അങ്ങനെ സവോള ചേർത്ത് നമ്മളത് കറിവേപ്പിലയും ചേർത്തിട്ടുണ്ട്. കറിവേപ്പില നല്ലൊരു ഫ്ലേവർ തരും. അപ്പോൾ അതും ചേർത്ത് നന്നായിട്ട് വഴറ്റിയെടുക്കുക. അതിന് ശേഷം നമ്മൾ തക്കാളി ചേർക്കുകയാണ്. തക്കാളി ചേർത്തിട്ട് നന്നായിട്ട് വഴറ്റിയെടുക്കുക. ഇതിലെല്ലാം നന്നായി കുക്കാവണം. ഓക്കെ, നന്നായി കുക്കായാലാണ് അതിൻ്റെ ടേസ്റ്റ്, നന്നായി വഴണ്ട് വരണം. അപ്പോൾ തക്കാളിയും ചേർത്ത് നന്നായിട്ട് വഴറ്റിയെടുക്കുക. അതിന് ശേഷമാണ് നമ്മൾ പൊടികൾ ചേർത്ത് കൊടുക്കുക, മസാലപ്പൊടികൾ ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ ഞാനിവിടെ ചേർക്കുന്ന മസാലപ്പൊടികൾ എന്ന് പറയുന്നത് മഞ്ഞൾപ്പൊടി ചേർക്കുന്നുണ്ട്, മുളക് പൊടി ചേർക്കുന്നുണ്ട്, മല്ലിപ്പൊടി, പിന്നെ കുറച്ച് ഗരം മസാല. സാധാരണ ഞാൻ ഗരം മസാല ഇടാറില്ല, പക്ഷേ ഇപ്രാവശ്യം ഞാൻ കുറച്ച് ഗരം മസാലയും കൂടി ചേർത്തിട്ടുണ്ട്. അപ്പോൾ ഇത്രയേ ഉള്ളൂ. അതായത് മഞ്ഞൾപ്പൊടി, മുളക് പൊടി, മല്ലിപ്പൊടി, ഗരം മസാല, ഇത്രയും സംഭവങ്ങളാണ് നമ്മൾ ഈ ഒരു മുട്ടക്കറിക്ക് ഞാൻ ചേർത്ത മസാലപ്പൊടികൾ. ഓക്കെ, അതും ചേർത്ത് നന്നായിട്ട് എൻ്റെ പച്ചച്ചുവ മാറുന്നവരെ നന്നായിട്ട് വഴറ്റിയെടുക്കുക. വഴറ്റിയെടുത്തതിന് ശേഷം ഞാൻ കുറച്ച് ലേശം ഷുഗർ ചേർത്തു കേട്ടോ, പഞ്ചസാര ചേർത്തിട്ടുണ്ട്. അതൊന്ന് ആ ഒരു ടേസ്റ്റ് ഒന്ന് ബാലൻസ് ആകാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഷുഗർ ചേർക്കുന്നത്. അപ്പോൾ കുറച്ച് ഷുഗറും ചേർത്തിട്ട് നന്നായിട്ട് വഴറ്റിയെടുക്കുക. വഴറ്റിയെടുത്തതിന് ശേഷം നമ്മൾ അതിലേക്ക് വെള്ളം ഒഴിക്കും. വെള്ളം എന്ന് വെച്ചാൽ ആ ഗ്രേവി വേണ്ടവർക്ക് വെള്ളം ഒഴിക്കാം. അതായത് ഇപ്പോൾ റോസ്റ്റ് പരുവാണെങ്കിൽ നമുക്ക് അധികം വെള്ളത്തിൻ്റെ ആവശ്യം വരുന്നില്ല. നമുക്ക് ആ വഴണ്ട് വന്ന ഇതിൽ കൂടെ തന്നെ പുഴുങ്ങിയ മുട്ട ചേർത്ത് നമുക്ക് കുക്ക് ചെയ്തെടുക്കാവുന്നതേ ഉള്ളൂ. അതെല്ലാം നമുക്ക് കുറച്ച് ഗ്രേവി വേണമെന്നുണ്ടെങ്കിൽ അതിനനുസരിച്ചൊരു 1 കപ്പ് ചേർക്കാം. കുറച്ചുകൂടി ഗ്രേവി വേണമെങ്കിൽ 2 കപ്പ് ചേർക്കാം. ഓക്കെ, അതൊക്കെ നമ്മുടെ മനോധർമ്മം അനുസരിച്ച് എത്രത്തോളം ഗ്രേവി വേണോ വേണ്ടേ എന്നുള്ളതൊക്കെ നോക്കിയിട്ട് നമ്മൾ ചേർത്ത് കൊടുക്കാം. ഓക്കെ, അപ്പോൾ ഞാനിവിടെ ഒരു 2 കപ്പ് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ബിക്കോസ് നമുക്ക് ഗ്രേവി വേണമായിരുന്നു. ചപ്പാത്തി കഴിക്കുമ്പോൾ ഇത്തിരി ഗ്രേവിയും കൂടി വേണം. റോസ്റ്റായിട്ടും തയ്യാറാക്കി നല്ല ടേസ്റ്റ് തന്നെയാണ്. അപ്പോൾ വെള്ളം ഒഴിച്ച് അതൊന്ന് തിളച്ചതിന് ശേഷമാണ് നമ്മൾ മുട്ട ചേർക്കുന്നത്. ഓക്കെ, വെള്ളം നന്നായിട്ട് തിളച്ചതിന് ശേഷമാണ് നമ്മൾ പുഴുങ്ങിയ മുട്ട ചേർത്ത് കൊടുക്കുക. മുട്ട ചേർക്കുമ്പോൾ ഒന്നില്ലെങ്കിൽ ഞങ്ങൾക്കത് പകുതി മുറിച്ച് ഹാഫായിട്ട് കട്ട് ചെയ്തിട്ട് ചേർത്ത് കൊടുക്കാം. അതല്ല എന്നുണ്ടെങ്കിൽ മുട്ട ഇങ്ങനെ വരഞ്ഞെടുക്കില്ല, ഇങ്ങനെ ഒരു കത്തി വെച്ച് വരഞ്ഞെടുത്തിട്ട് ഞങ്ങൾക്ക് ചേർത്ത് കൊടുക്കുക. അതൊക്കെ നമ്മുടെയൊക്കെ താല്പര്യം അനുസരിച്ച് ചെയ്യുക, അത്രേ ഉള്ളൂ. ഓക്കെ,
അപ്പോൾ അത് ചേർത്ത് കൊടുത്തു കഴിഞ്ഞാൽ അതൊന്ന് ഒരു 5 മിനിറ്റ് പിന്നെ മുട്ട ഗ്രേവിയിൽ കിടന്ന് കുക്കായി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മുടെ ലാസ്റ്റ് വേണമെങ്കിൽ നിങ്ങൾക്ക് മല്ലിയില ചേർത്ത് കൊടുക്കണമെങ്കിൽ അങ്ങനെ ആവാം, അല്ലെങ്കിൽ കറിവേപ്പില ചേർത്ത് കൊടുക്കണമെങ്കിൽ അങ്ങനെ ആവാം. ലാസ്റ്റ് ഞാൻ അതിൽ എന്തെങ്കിലും ചേർത്ത് കൊടുത്തോന്ന് എനിക്ക് ഓർമ്മയില്ല കേട്ടോ, മല്ലിയില ചേർത്ത് കൊടുത്തെന്ന് തോന്നുന്നുണ്ട്. അപ്പോൾ അത് ചേർത്ത് കഴിഞ്ഞാൽ നമ്മുടെ ഈ മുട്ട കറി റെഡിയാവും. ഓക്കെ, അപ്പോൾ വെരി സിമ്പിളായിട്ടുള്ളൊരു കറിയാണ്, നല്ല ടേസ്റ്റി ആയിട്ടുള്ള കറിയാണ്. നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കൂ കേട്ടോ. അങ്ങനെ നമ്മുടെ മുട്ടക്കറി റെഡി ആയിട്ടുണ്ട്. ഇനി ചപ്പാത്തി കാര്യങ്ങളിലേക്കാണ് പോണത്. ചപ്പാത്തി പ്രത്യേകിച്ച് ഒന്നുമില്ല, നമ്മൾ മാവ് കുഴച്ച് വെച്ചത് ബോൾസ് ആക്കി എടുക്കും അല്ലേ. നമ്മൾ ബോൾസ് ആക്കി എടുത്തതിന് ശേഷം നമ്മളതൊരു ഒരു ചപ്പാത്തി പലകയിലോ അല്ലെങ്കിൽ ഒരു ഷീറ്റിലോ ഇട്ടിട്ട് പരത്തിയെടുക്കും. ഇതൊക്കെ നോർമലി എല്ലാവരും നമ്മുടെ എല്ലാ വീട്ടിലും ചെയ്യുന്ന കാര്യമാണ്. ചപ്പാത്തി പരത്ത എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണല്ലോ. അതേപോലെ പരത്തിയെടുക്കുക, അത്രേ ഉള്ളൂ. അതിന് ശേഷം നമ്മൾ എന്ത് ചെയ്യും, തവയിലിട്ട് ചുട്ടെടുക്കും. ദാറ്റ്സ് ഓൾ, അത്രയേ ഉള്ളൂ ചപ്പാത്തിയുടെ കാര്യം. പക്ഷേ ഒരു വ്യത്യാസം എന്ന് പറഞ്ഞാൽ നമ്മൾ ബീട്രൂട്ട് ചേർത്തിട്ടുള്ളൊരു ചപ്പാത്തിയാണെന്ന് മാത്രമേ ഉള്ളൂ, വലിയ ഒരു കളർ വ്യത്യാസമുണ്ട്, അത്രയൊക്കെ ഉള്ളൂ. അതുകൊണ്ട് സാധാരണ ചപ്പാത്തി എങ്ങനെയാണ് ഉണ്ടാക്കണേ അതുപോലെ നമ്മൾ പരത്തി ചുട്ട് എടുക്കുക. പിന്നെ ചുട്ടെടുക്കുമ്പോൾ ഒന്നുകിൽ നെയ്യോ അല്ലെങ്കിൽ വെളിച്ചെണ്ണ അല്ല എണ്ണയോ എന്തെങ്കിലും നിങ്ങൾക്ക് താല്പര്യമുള്ള പോലെ ചെയ്തിട്ട് ചുട്ടെടുക്കുക. ഓക്കെ, അപ്പോൾ അത്രയേ ഉള്ളൂ നമ്മുടെ ചപ്പാത്തി പണി. അങ്ങനെ ഈ ബീട്രൂട്ട് ചപ്പാത്തിയും അതുപോലെ തന്നെ എഗ്ഗ് കറിയുമാണ് ഡിന്നറിന് തയ്യാറാക്കിയത്. അപ്പോൾ ഇതിൻ്റെയൊക്കെ റെസിപ്പി, ബീട്രൂട്ട് ചപ്പാത്തി ഞാൻ ഓൾറെഡി ചെയ്തിട്ടുള്ളതാണ്, അതിൻ്റെ റെസിപ്പി ഉണ്ട്, എഗ് റോസ്റ്റ് റെസിപ്പി ഉണ്ട്, ഇതൊക്കെ നമ്മൾ ചെയ്തിട്ടുള്ളതാണ്. അപ്പോൾ കാണാത്തവരുണ്ടെങ്കിൽ വീഡിയോസ് കാണാൻ ഞാൻ എൻ്റെ ലിങ്ക് ഒന്നില്ലെങ്കിൽ ഐക്കണിലോ അല്ലെങ്കിൽ ഡിസ്ക്രിപ്ഷൻ ബോക്സിലോ കൊടുക്കാം, താല്പര്യമുണ്ടെങ്കിൽ കണ്ടു നോക്കാം. ഓക്കെ, അപ്പോൾ ഇതൊക്കെ തന്നെയുള്ളൂ നമ്മുടെ ഇന്നത്തെ വീഡിയോ. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായിട്ടുണ്ടാവും എന്ന് ഞാൻ കരുതാണ്, എന്നും ഞാൻ കരുതുന്നുണ്ട്. പക്ഷേ നിങ്ങളാരും ലൈക്ക് ചെയ്യാനോ ഇതാവാൻ ചെയ്യാറില്ല. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്തോളൂ, കുഴപ്പമില്ല. ലൈക്ക് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എന്ത് ചെയ്യുക, ലൈക്ക് ചെയ്യുക. ഓക്കെ, പിന്നെ നിങ്ങളുടെ കമൻസുകൾ അതും നിങ്ങൾ രേഖപ്പെടുത്തുക. നിങ്ങൾക്ക് എന്തെങ്കിലും അഭിപ്രായങ്ങൾ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ രേഖപ്പെടുത്തുക. അതേപോലെ തന്നെ നമ്മുടെ ചാനൽ ഇഷ്ടമാവുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. ദാറ്റ്സ് വെരി ഇമ്പോർട്ടൻറ്റ്. സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അതുപോലെ തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ അതിൽ ഓൾ എന്ന ഓപ്ഷൻ പ്രസ് ചെയ്യണം കേട്ടോ, എന്നാലാണ് ഞാനിടുന്ന എല്ലാ വീഡിയോസിൻ്റെയും നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടുകയുള്ളൂ. ഓക്കെ, അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ ഇന്നത്തെ വീഡിയോ. ഐ ഹോപ്പ് നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ട് കാണുമെന്ന് കരുതാണ്. ഇനി വേറെ ഒന്നുമില്ല. അപ്പം നമുക്ക് ഇനിയും ഇതുപോലത്തെ നല്ല നല്ല വീഡിയോസുകളൊക്കെ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. അതുവരെ നിങ്ങൾക്ക് എല്ലാവർക്കും നന്ദി, നമസ്കാരം. ഓക്കെ, അപ്പോൾ നമ്മുടെ ചപ്പാത്തി റെഡി ആവുന്നത് കണ്ടത്, നല്ല നല്ല രസമാണ്, നല്ല റെഡ് കളറായിരിക്കും ചപ്പാത്തി. അതുപോലെ തന്നെ ഒരു യെല്ലോ കളറിൽ ഒരു എഗ്ഗ് കറിയാണ് കേട്ടോ നമ്മുടെ ഇത്തത്. സോ വേറെ ഒന്നുമില്ല. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്യുക. റെസിപ്പീസൊക്കെ ഇതിന് മുന്നത്തും ഞാൻ ഒരുപാട് റെസിപ്പീസുകളൊക്കെ തയ്യാറാക്കിയിട്ടൊക്കെ ഉണ്ട്. വീണ്ടും നമ്മൾ ചെറുതായിട്ട് കുക്കിംഗ് ഒക്കെ തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്യുക, അതാണ് എനിക്ക് കിട്ടുന്ന സന്തോഷം. നിങ്ങളൊക്കെ ട്രൈ ചെയ്ത് അതിൻ്റെയൊക്കെ അഭിപ്രായങ്ങൾ പറയുക, കാണുക, വീഡിയോസൊക്കെ കാണുക, അതാണ് നമുക്ക് കിട്ടുന്ന സന്തോഷം. ഓക്കെ, അപ്പോൾ ഓക്കെ, ബൈ ബൈ, നമുക്ക് വീണ്ടും കാണാം കേട്ടോ.